അപ്പൊ നമ്മുടെ KX-ഉമായിട്ട് നമ്മള് മൂന്നാമത്തെ ദിവസമാണ് പ്രാക്ടീസിലോട്ട് ഗ്രൗണ്ടിലോട്ട് വരുന്നത്. മൂന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മള് പ്ലഗ് പോയിട്ട് പിന്നെ ഒരു വട്ടം അങ്ങാണ്ട് ഇറക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഇറക്കുന്ന ദിവസം നമ്മൾ പ്രാക്ടീസിനായിട്ട് ഇറങ്ങുന്നത്. കാരണം നമ്മുടെ കംപ്ലൈന്റും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട് നമ്മൾ പ്രാക്ടീസിനായിട്ട് വന്നതാണ്. വന്നതും അടിപൊളി മഴ. പിന്നെ മഴ ഇത്രയും കഷ്ടമൊക്കെ നമുക്ക് എന്ത് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് പിന്നെ മഴയാന്ന് പറഞ്ഞ് പോകണ്ടല്ലോ നിർത്തി ഞങ്ങളത് കോട്ടും മറ്റേ കൊടയും ഒക്കെ പിടിച്ച് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. എവിടാന്ന് വെച്ചാൽ ക്യാമറമാന്റെ അരികിൽ നിൽപ്പുണ്ട്. മഴ ക്യാമറമാൻ ഈ ഇത് വെച്ചോണ്ടാണ് എന്തോ കൊട പിടിച്ചോണ്ട് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ക്യാമറ നനയില്ലേ, അതുകൊണ്ട് അവൻ അതിന്റെ കൂടെ കൂടി. അപ്പൊ ഈ മൂന്നാമത്തെ ദിവസം ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിച്ചിക്കുട്ടൻ നമ്മൾ ഈ വീലി ചെയ്യുമ്പോ ഇങ്ങനെ പൊങ്ങത്തില്ലേ, സൈക്കിളിന്റെ ഫ്രണ്ട് പൊങ്ങത്തില്ലേ, അപ്പൊ അത് ഭയങ്കര കുറച്ചു മുമ്പ് വരെ പൊങ്ങുന്നുള്ളായിരുന്നു. ഇച്ചിരി മുമ്പ് ഒറ്റ പൊങ്ങല് ഇവിടെ ടയർ വന്നു. അവര് ഭയങ്കര ആ ഒരു സന്തോഷം കിട്ടി കേട്ടോ എനിക്കത് കണ്ടപ്പോ. പക്ഷേ സന്തോഷത്തിന്റെ കൂടെ തന്നെ നല്ലൊരു ടെൻഷനും അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനും പേടിച്ചു പോയി ആദ്യമായിട്ട് ഇത്രയും പൊങ്ങുന്നേ. അപ്പൊ നമ്മൾ എന്താണ് പേടിച്ചു അതൊക്കെ വീലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വീലി എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. കിട്ടിയില്ലെങ്കിൽ ചട്ടി. അപ്പൊ എന്തായാലും നീ പ്രാക്ടീസ് ചെയ്തോ, അടിപൊളിയായിട്ട് ചെയ്താൽ മതി. എക്സോസ്റ്റ് നോട്ട് അത് പിന്നെ അവരെല്ലാരും കേട്ട് സന്തോഷമായിട്ടിരിക്കും. നമ്മുടെ കേക്ക് പൂറിയായിട്ട് ആയിത്തോട്ടം പോയി ഫ്രണ്ട്സ്. സാരമില്ല, അതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇവനെ പിന്നെ നിങ്ങളെ നല്ല അടിപൊളിയായിട്ട് കാണിക്കണം എന്നുള്ള ഒരു മനസ്സോടെ അങ്ങനെ വരുമ്പോ എപ്പോഴും പോകും, ഇല്ലെങ്കിൽ പോകത്തില്ല. ഇല്ലെങ്കിൽ പോലും ഭയങ്കര സീനായിട്ട് കാണിക്കുന്നത്. അതെല്ലാവർക്കും അങ്ങനെയല്ലേ, നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഇംപ്രസ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോ വേഗം ഫ്ലാറ്റ് ആയി പോകും. ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പൊ അവനത് കറങ്ങി വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം അവന് വീല് കിട്ടുന്നുണ്ടോന്ന് കേട്ടോ. അതാണ് എനിക്ക് കാണാനുള്ളത്. ചെയ്തോക്കെ ചെയ്തോ. പൊങ്ങി കേട്ടോ, പൊങ്ങി. നിനക്കത് കാണാൻ പറ്റുന്നുണ്ട്. അവൻ നീ അങ്ങോട്ട് പോയിട്ടോ പോയിട്ടോ. നിങ്ങൾ ചെറുതായിട്ടാ പൊങ്ങിയത് കേട്ടോ, അങ്ങനൊന്നും അല്ല കേട്ടോ. മുമ്പ് നന്നായിട്ട് പൊങ്ങി, പക്ഷെ അത് വീഡിയോ എടുക്കാൻ ഞങ്ങക്ക് പറ്റിയില്ല. അപ്പൊ ഇനി എന്തായാലും നോക്കാം. വാ വാ വാ. ഫ്രണ്ട് അങ്ങോട്ട് പൊങ്ങട്ടെ. പോയി വരും വാ വരും, കിട്ടും. അത് പ്രശ്നമൊന്നുമില്ല. അത് ഈ ഫ്രൈങ്ങിന്നല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒറ്റയടിക്ക് ഒരു സാധനം കിട്ടിയാൽ അതിനകത്ത് ഒന്നും ഇല്ലല്ലോ. അങ്ങ് വരെ പോകണ്ട. അവൻ ഈ ചെയ്തിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അവന് ഇവിടുന്ന് ഇങ്ങനെ കറക്കിക്കൊണ്ടൊക്കെ വരാനുള്ള ഒരു ബാലൻസ് ആവണമല്ലോ. കറക്കി തിരിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി എടുത്തപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇവന് ഇത്രയും പെട്ടെന്ന് ഇത് ഹാൻഡിൽ ചെയ്യുമെന്നുള്ളൊരു കാര്യം. പിന്നെ എന്നാലും അവനായതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും കണ്ടല്ലോ അല്ലേ. ഇതാണ് ഞങ്ങൾക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ഏറ്റവും വലിയ പ്രശ്നം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വേദന എടുക്കും. ഇന്ന് മസിൽ ക്രാമ്പ് ഒക്കെ ആയെന്ന് പറഞ്ഞ് വന്നായിരുന്നു കേട്ടോ. പക്ഷെ സത്യമായിരിക്കും നമുക്ക് നല്ല ഫ്രണ്ട്സ് എന്റെ ഇവിടുത്തെ മസിൽ ഇങ്ങോട്ട് കയറി വന്നെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വേദന. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ പിന്നെ നല്ലൊരു സ്വെല്ലിങ് പോലെ ഉണ്ട്. അതെ അതെ അതെ, ഈ സാധനം ഇങ്ങോട്ട് മാറി ഒന്നുകൂടെ ചെയ്യും. പക്ഷെ എന്തായാലും ആ ഒരു വീലിയുടെ കുറച്ചെങ്കിലും കാണാൻ പറ്റിയ ഇതല്ലായിരുന്നു, ഭയങ്കരമായിട്ട് പൊങ്ങി. അത്ര അവിടെ ഇതിലും കൂടുതൽ പൊങ്ങിയായിരുന്നു കേട്ടോ. ശരിയാ അവിടെ അവരെ പൊങ്ങിയായിരുന്നു. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുമായിരിക്കും, പിന്നെ കിട്ടാതെ നടക്കാനോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുമല്ലോ. എത്ര കേട്ടെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മഴയുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ പുക എനിക്ക് എഫക്ട് ചെയ്യുന്നില്ല. പറപ്പിക്കുന്നുണ്ട്. ഇതിന്റെ റേസിനൊക്കെ പോയിരിക്കുന്ന കാര്യം പണ്ട് എന്നോട് പറയുമായിരുന്നു എപ്പോഴും റേസർ ആവണമെന്ന്. അവൻ ദേ വരുന്നുണ്ട്. പോയി തിരിച്ചു വാ. ഇവന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും റേസർ ആവണമെന്ന് എന്നോട് പറയുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയുമായിരുന്നു എന്റെ ഫസ്റ്റ് റേസ് നടക്കുമ്പോ എന്റെ അടക്കം കൂടെ ഒരുമിച്ച് നടക്കുമല്ലോ.
നമുക്ക് ഈ സാധനത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇതിന്റെ സൗണ്ടാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെഞ്ചിനകത്തൊരു വേദനയും ബഹളവും ഒക്കെ വരും. അപ്പൊ അടുത്ത വീലി ഒന്ന് സെറ്റ് ആക്കിയാൽ പോട്ടെ പോട്ടെ പോട്ടെ. ഇതിലെ ഏറ്റവും പാടുള്ള കാര്യം ക്ലച്ച് വിട്ടു പോകുമ്പോ നമ്മള് വണ്ടി ഓഫ് ആവല്ലേ. ക്ലച്ച് വിട്ടു പോകരുത് അല്ലേ? കയ്യിൽ ഇങ്ങനെ ഈ 2 വിരലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തണം. ഇത് എനിക്കിപ്പോ ക്ലച്ച് കൺട്രോൾ കുറച്ചായി. നല്ലപോലൊക്കെ ആകുമ്പോ പെട്ടെന്ന് വീല് കിട്ടും. ഇത് കണ്ടോ 2 ക്ലച്ച് പിടിക്കാനുള്ള ഗ്രിപ്പ്. ഇത് നമ്മൾ പുതിയ വാങ്ങിച്ച ഗ്ലൗവും ഹെൽമെറ്റും ആയിട്ടോ. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. നമ്മൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇത് അപ്ഗ്രേഡ് ചെയ്യും. ജോലിയും കാണിക്കുന്നല്ല. അതെ അതെ അതെ, ഇതൊക്കെ വാപ്പിയുടെ ആർട്ട് വർക്ക് ആട്ടോ. പ്രൊഫഷണൽ ഗ്രാഫിക്സ് ഒക്കെ അറിയത്തൊന്നുമില്ല, എന്നാൽ ചെയ്യും. അങ്ങനെ അറിയാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇവനെ ഇപ്പൊ കണ്ടത്തിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചാൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ടാസ്ക് കിട്ടാൻ പോകുന്ന ഞങ്ങൾക്ക് കേട്ടോ. അതെന്താന്ന് വെച്ചാ ഈ ടയറും ഇതിനകത്തിരിക്കുന്ന ചെളി മൊത്തം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇനി വീട്ടിനകത്ത് കയറ്റി വെക്കാൻ വേണ്ടിട്ട്. നമ്മളെ ഭയങ്കര മെയിൻ്റെനൻസ് വേണ്ട വണ്ടി. ഇതില്ലെങ്കിൽ അങ്ങ് പോവും. ഇതൊക്കെ ആയിപ്പോയാ പോയി. ചെയ്യുന്നോ ചെയ്, സ്റ്റാർട്ടാക്കട്ടെ. അതിനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നേ. ഞാൻ സച്ചുകൊണ്ട് ഇവിടെ മഴ നനയാതെ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ ഒരു കോട്ടിന്റെ കീഴില് പോക്കുണ്ടോ? അത്ര സ്പീഡിലാണ് പോകണ്ടാളാ. ആർക്കോ പൊങ്ങി ഇപ്പോഴും പൊങ്ങി. ഒന്നും കൂടെ ആ പവർ വരട്ടെ. പവർ അങ്ങനെ വാ കറങ്ങി വാ. ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഇത് ഈ മഴയായിട്ട് ചെറിയൊരു തെന്നലായിട്ട് ഇത് ബേൺ ഔട്ട് ആവുകയാണ്. ഈ കണ്ടം കിളക്കാൻ ഇനി വേറൊരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇവൻ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടിച്ചാ മതി. ഒന്നുകൂടെ ചെയ്ത് നോക്കിയാലോ? ഒന്നും കൂടെ ചെയ്. ഇത് ഓഫ് ആക്കുമ്പോ സ്റ്റാർട്ട് ഒന്നും കൂടെ ഒന്ന് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുമായിരിക്കും. നോക്കാം പിന്നെ ഈ ഒരു തവണയും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇനി സച്ചുകൂടനെ നനയ്ക്കാൻ വയ്യ. അപ്പൊ ഞാൻ കയറി പോകാൻ വേണ്ടിയുള്ളൊരു കൊടക്കീഴി പോയി നിൽക്കെങ്കില് കൊടയുടെ കീഴിപ്പോ കയറിക്കോ. ട്രൈ ചെയ്തോ. പൊങ്ങട്ടെ. ഇല്ലടാ ഇല്ല. നിങ്ങളെ കാണിക്കാൻ ഒരു ചെറിയ രീതിയിലും അവന് ചെയ്യാൻ പറ്റി. അപ്പം ഇന്നത്തെ പ്രാക്ടീസ് ഞങ്ങൾ ഇവിടെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. കാരണം സച്ചുകൊണ്ടല്ലേ നാളെ പനി പിടിക്കും. അവന് നാളെ കഴിഞ്ഞ് മുതൽ പരീക്ഷയാണ്. നമ്മൾ ഇന്നത്തെ ഭയങ്കര പാടാ ഈ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ എടുത്തേ. അപ്പൊ അടുത്ത ദിവസത്തെ പ്രാക്ടീസ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പൊങ്ങുമായിരിക്കും. ഞാൻ ഇവിടെ വൈൻഡപ്പ് വീഡിയോ ഒക്കെ പറയാം. അപ്പോഴത്തേക്ക് അവൻ പൊക്കൂന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് അടുത്ത ദിവസം പ്രാക്ടീസ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും